പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലോകം മുഴുവൻ ഇപ്പോൾ സിറിയയിലേക്ക് ഉറ്റുനോക്കുകയാണ്. 24 വർഷം സിറിയ അടക്കി ഭരിച്ച ബഷാർ അൽ അസദിനെ വിമതസേന വീഴ്ത്തുകയും HTS അധികാരം പിടിച്ചെടുക്കുകയും ചെയ്ത സാഹചര്യമാണ് സിറിയയിലുണ്ടായത്. വിമതർ പറയുന്നത് അശാന്തിയുടെ വർഷങ്ങൾ അവസാനിച്ചു എന്നാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. വിമാനത്തിൽ കയറി രാജ്യം വിട്ട അസദ് ഇപ്പോൾ റഷ്യയിൽ അഭയം പ്രാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ചിലർ പറയുന്നത് ഇറാനിൽ പോയി എന്നാണ്. പക്ഷേ ഔദ്യോഗിക വാർത്ത അനുസരിച്ച് റഷ്യയിലെ മോസ്കോയിൽ ചെന്ന് അസാദിന്റെ വിമാനം ഇറങ്ങി. അസാദ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം മോസ്കോയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുകയാണ് വ്ളാദിമിർ പുടിൻ. കാരണം റഷ്യയുടെ പോർ വിമാനങ്ങൾ വിമതസേനയെ നേരിടാനായി പുടിൻ ഒരുപാട് അയച്ചതാണ്. പക്ഷേ അസദിന്റെ ഈ ഒരു ഭരണകൂടം വീഴുന്നതിന് മുമ്പ് തന്നെ റഷ്യയുടെ എല്ലാ സഹായങ്ങളും മറ്റും റദ്ദ് ചെയ്തുകൊണ്ട് അവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾ, പൗരന്മാർ, റഷ്യൻ സേന എല്ലാം ദ്രുതഗതിയിൽ പിൻവാങ്ങിയിരുന്നു. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് റഷ്യക്ക് മുമ്പേ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുടിൻ എല്ലാത്തിനെയും പിൻവലിച്ച് തിരിച്ചു പോരൂ എന്ന് ആഹ്വാനം കൊടുത്തിട്ടുണ്ടാവുക. മറ്റൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അസാദിന്റെ കുടുംബം വാരിക്കൂട്ടിയ സ്വത്തുക്കൾ, ഇതിനിടെ അവർ കൊന്നൊടുക്കിയ ആയിരക്കണക്കിന് മനുഷ്യർ, തടങ്കലിലാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ, അഭയാർത്ഥികളായി നാടുവിട്ടു പോയവർ, ഇത്രയും ഏകാധിപതിയായ ഭരണം കാഴ്ചവെച്ച ആൾക്ക് എങ്ങനെയാണ് സിറിയ പോലൊരു രാജ്യത്ത് ഇത്രയും കാലം ഭരണം കൊണ്ടുപോകാൻ സാധിച്ചത് എന്നതാണ് അതിശയകരമായ ഒരു കാര്യം. എന്തായാലും ഈ നേടിയ സ്വത്തുക്കളും മറ്റും ആളുകൾ കയ്യേറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്ന HTSും അത്ര സമാധാനം ആഗ്രഹിക്കുന്നവർ അല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അൽ ഖ്വയ്ദയുമായി 2 പതിറ്റാണ്ടോളം വർക്ക് ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. അവരുടെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി ഭരണം പിടിച്ചെടുത്ത ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറയുന്നത് തന്നെ സിറിയയെ ശുദ്ധമാക്കി ഇനി നല്ല നാളുകളാണ് വരുന്നത് എന്നാണ്. ജുലാനി തന്നെയായിരിക്കും ഇനി സിറിയയുടെ അടുത്ത പ്രസിഡന്റായി വരാൻ പോകുന്നത്. ജുലാനിയുടെ പ്രസംഗം അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ 1300 വർഷം പഴക്കമുള്ള ഉമയ്യാദ് മുസ്ലിം പള്ളിയിൽ നിന്നായിരുന്നു. അല്ലാതെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കോ ടെലിവിഷൻ ചാനലുകളുടെ മുന്നിലേക്കോ അദ്ദേഹം പോയതേയില്ല. അവിടെയും കൃത്യമായ നിലപാടാണ് ജുലാനി ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഒരു സുന്നി മുസ്ലിമായ അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ ആശങ്കകളും ഏറെയുണ്ട്. സിറിയയിലെ ന്യൂനപക്ഷങ്ങളായ ഷിയ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഡ്രൂസ് ഉണ്ട്, മറ്റ് ഇതര വിഭാഗങ്ങളൊക്കെയുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് മതവിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒരു നടപടി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന്. പക്ഷേ അമേരിക്കയുടെ വാർണിംഗ് എല്ലാം ജുലാനി മൈൻഡ് ചെയ്യുന്നതേയില്ല. അതിനു പകരം ജുലാനി 3 പേർക്കാണ് ഇപ്പോൾ വാർണിംഗ് സന്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഇറാനാണ്. ഷിയ മുസ്ലിംസിന്റെ രാജ്യമായ ഇറാൻ കഴിഞ്ഞ 50 വർഷമായി സിറിയയെ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും ആയുധങ്ങൾ നൽകി ഏകാധിപതികൾക്ക് തടിച്ചു കൊഴുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അതുകൊണ്ട് ഇറാനാണ് അവരുടെ ആദ്യത്തെ ടാർഗറ്റ്. രണ്ടാമത്തെ വാർണിംഗ് കൊടുക്കുന്നത് അമേരിക്കയിൽ പുതുതായി നിയമിതനായ ഡൊണാൾഡ് ട്രംപിനാണ്. അധികം കളിക്കാൻ വരണ്ട എന്ന് ഇന്ന് ലോകശക്തിയായ അമേരിക്കയോട് പറയാനുള്ള ധൈര്യം അബു മുഹമ്മദ് അൽ ജുലാനിയുടെ പടയ്ക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കൻ പിന്തുണയുള്ള കുർദിഷ് ഫോഴ്സ് അടക്കം അവിടെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു വാർണിംഗ് ജുലാനി പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിപ്രശസ്തനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഓസ്റ്റിൻ ബെനറ്റൈസ് കഴിഞ്ഞ 12 വർഷമായി സിറിയയിൽ തടവിൽ കഴിയുകയാണ്. ജോ ബൈഡൻ അടക്കം അദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള നിലപാട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓസ്റ്റിൻ ടൈനസിന്റെ കാര്യം എന്തായി എന്നും അദ്ദേഹത്തെ സുരക്ഷിതനായി തിരിച്ചു കൊണ്ടുവരണമെന്നുമാണ് പുതിയ സർക്കാരിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുള്ളത്. സിറിയൻ സ്ഥിതിഗതികൾ രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക അനാവശ്യമായി ഒന്നിലും ഇടപെടരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ജോ ബൈഡൻ പറയുന്നത് ഇത് സിറിയൻ ജനതയ്ക്ക് ലഭിച്ച ചരിത്ര അവസരമെന്നാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ കൃത്യമായി ഈ അവസരങ്ങൾ മുതലെടുത്ത് സിറിയൻ അതിർത്തിയിലുള്ള ഗോലൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തതായും വാർത്തകൾ പരക്കുന്നുണ്ട്. ഹമാസുമായും ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് സിറിയയുടെ ഒരു ഭാഗം കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നത്. കുറേയധികം നാളുകളായി
അത് പിടിച്ചെടുക്കാതെ അവസരം കാത്തിരുന്ന് പണി കൊടുക്കുന്ന മനോഭാവത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു അങ്കത്തട്ടിലേക്കാണ് നെതന്യാഹുവും സംഘവും ഇപ്പോൾ പ്രവേശിക്കുന്നത്. എന്തായാലും സിറിയയിൽ ഇനി HTS അല്ലാതെ മറ്റൊരു ഭരണകൂടമില്ല എന്നൊരു വലിയ സിഗ്നലാണ് ലോകരാജ്യങ്ങളോടും ശത്രുക്കളോടുമായി അബു മുഹമ്മദ് അൽ ജുലാനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും. കാരണം ഓടിച്ചു വിട്ടിരിക്കുന്ന സിറിയയുടെ മുൻ തലവനായാലും അവരുടെ സഖ്യകക്ഷികളായാലും നിസാരക്കാരന്മാരല്ല. ഈ ഒരു വിഷയത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്താം. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി യൂടോക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.